സജീവമായിട്ടുള്ളതാണ് ദൈവവചനം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം പഠിക്കുമ്പോഴും അത് തന്നെ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു, നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. രണ്ടാമത് നമ്മൾ യോഹന്നാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട സന്തോഷം അനുഭവിക്കുന്ന ഒരു സമൂഹത്തെയാണ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 57 മുതലുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടുന്ന് ഒരു വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 58-ാം വാക്യം. കർത്താവ് അവൾക്ക് വളരെ കരുണ കാണിച്ചു. നമ്മുടെ തലകളെ അണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. നല്ലിടയനായി ഞങ്ങളെ സ്നേഹിച്ച് പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, ഒരു വിശുദ്ധ ദിവസം കൂടെ ഞങ്ങൾക്ക് ദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം. വിശുദ്ധ ദിവസം കർത്താവ് വിശുദ്ധിയോട് വെടുപ്പോട് നിന്റെ ആലയത്തിൽ ആയിരിക്കാൻ, നിന്നെ നമസ്കരിക്കുവാൻ, നന്ദി പറയുവാൻ, കരുണ കാണിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് കർത്താവെ ദൈവവചനത്തിൻ്റെ മുമ്പിൽ മുട്ടുകളെ മടക്കുവാൻ, ദൈവവചനം ധ്യാനിക്കുവാൻ തക്കോണം ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു അവസരയുടെ ദാനം ചെയ്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ ഞായറാഴ്ചയുടെ പ്രാധാന്യം കർത്താവെ, ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിലെല്ലാ പ്രവർത്തകരെയും നിന്റെ സന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രവർത്തനങ്ങളെല്ലാം വിജയകരമായി തീരുവാൻ, ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളിലും അവരവരുടെ ഭാഷയിൽ വേദപുസ്തകം ലഭ്യമായി വേദപുസ്തകം ധ്യാനിച്ച് അനുഗ്രഹീതരായി തീരുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇടവയ്ക്കായി സ്തോത്രം. എല്ലാ കുടുംബങ്ങൾ, എല്ലാ വ്യക്തികൾ, ആരാധനയെ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ എല്ലാവരെയും കരങ്ങളിൽ സമർപ്പിക്കുന്നു. സമർപ്പണത്തെ സ്വീകരിക്കണം, മാനവും മഹത്വം എടുക്കണം. സകലവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബൈബിൾ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രാധാന്യം പറഞ്ഞു കഴിഞ്ഞു. വേദപുസ്തകത്തിൻ്റെ പ്രാധാന്യം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിലും യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിലും വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആഘോഷങ്ങളുടെ പിന്നാലെ പോകുന്നവരാ നമ്മൾ. ജീവിതത്തിൽ സന്തോഷം ലഭിക്കുവാൻ, സമാധാനം ലഭിക്കുവാൻ, ആനന്ദം ലഭിക്കുവാൻ ഈ ലോകത്തിലെ സന്തോഷങ്ങൾക്ക് പിന്നാലെ ഓടുമ്പോൾ ദൈവവചനം വളരെ വ്യക്തമായി വിളിച്ചു പറയുന്നു, ഈ ലോകത്തിലെ സന്തോഷങ്ങളെല്ലാം നൈമിഷികമായിട്ടുള്ള സന്തോഷങ്ങൾ മാത്രമാണ്. അല്പനേരത്തേക്ക് മാത്രമാണ് ഈ സന്തോഷങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയാണ് നമ്മൾ. കാരണം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും ഇന്ന് ഈ ലോകത്തിൽ, ഏത് ഭക്ഷണം വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കഴിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ഏത് വസ്ത്രം ഇടണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വാങ്ങി ധരിക്കാൻ ഭാഗ്യം ലഭിച്ചവർ, ഏത് ചെരുപ്പ് ധരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വാങ്ങി ധരിച്ച് ജീവിക്കുവാൻ, ഏത് ആഘോഷത്തിൽ പങ്കെടുക്കണമെന്ന് വിചാരിച്ചാലും അതിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണം ഭാഗ്യം ലഭിച്ച, എന്തുകൊണ്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടൊരു തലമുറയാണ് നമ്മൾ. ഇതിൻ്റെ പിന്നിൽ നാം നോക്കുമ്പോൾ, ഇതിൻ്റെ പിന്നിൽ നമ്മുടെ ഒരു കൂട്ടം മാതാപിതാക്കളുടെ കണ്ണുനീരോടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇന്ന് നമ്മൾ ഈ സൗഭാഗ്യങ്ങൾ, ഈ ഭൗതിക നേട്ടങ്ങളൊക്കെ അനുഭവിക്കുന്നത്. എന്നാൽ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ഈ ഭൗതിക സന്തോഷങ്ങളൊക്കെ താൽക്കാലികം മാത്രമാ, ഇത് നിലനിൽക്കുന്നതല്ല. ഇതിൻ്റെ പിന്നാലെ പോകുമ്പോൾ ചിന്തിച്ചോണം, ഇതെല്ലാം താൽക്കാലികമാ. അത് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ പുസ്തകം വളരെ വ്യക്തമായി നമ്മെ മനസ്സിലാക്കുന്നു. നമുക്കറിയാം, ധൂർത്തപുത്രൻ്റെ ചരിത്രം പഠിച്ചാൽ മതി. അവൻ ഈ ലോകത്തുള്ള സകലതും അനുഭവിച്ചവനാ. എന്താ വേണ്ടത്? അവൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ സമ്പത്തുണ്ട്. ഈ ലോകത്തുള്ള എല്ലാ സമ്പത്തും, എല്ലാ സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, ഇതൊന്നുമല്ല യഥാർത്ഥമായ സന്തോഷം, ഇതൊന്നുമല്ല യഥാർത്ഥമായ സമാധാനം, ഇതൊന്നുമല്ല യഥാർത്ഥമായ ആനന്ദം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെ പിതാവിൻ്റെ സന്നിധിയാണ് ഏറ്റവും അനുഗ്രഹത്തിന് മുഖാന്തരമായി തീരുന്നു മനസ്സിലാക്കി തിരികെ വരുന്ന ഒരു ധൂർത്തപുത്രനെ നമുക്ക് കാണാൻ സാധിക്കും. അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദാഹരണം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 15-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ പറയുന്നു, സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഉറവിടം ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിൻ്റെ വചനമാണ്. അവിടെ പറഞ്ഞിരിക്കുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ
കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. ഓരോ ദിവസത്തെയും ജീവിതത്തിന് ആവശ്യമായിട്ടുള്ള ആത്മീയ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം വിശുദ്ധ വേദപുസ്തകത്തിൽ തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഏത് അനുഭവമാണെങ്കിലും, ജയമാകാം, പരാജയമാകാം, രോഗമാകാം, ആരോഗ്യമാകാം, സന്തോഷമാകാം, സന്താപമാകാം, ബലഹീനതയാകാം, ആരോഗ്യമാകാം, ഏത് അനുഭവങ്ങളിൽ കൂടി കടന്നു പോകുമ്പോഴും സന്തോഷവും സമാധാനവും ദീർഘമായി നൽകുന്നത് ഒന്നും മാത്രമേ ഉള്ളൂ. അത് വിശുദ്ധ വേദപുസ്തകം ആണ് എന്ന് യിരെമ്യാ പ്രവാചകൻ പറയുന്നു. അതുകൊണ്ട് ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നിന്റെ വചനം എനിക്ക് സന്തോഷവും എൻ്റെ ഹൃദയത്തിന് ആനന്ദവുമായി. താൽക്കാലികമായിട്ടുള്ള സന്തോഷമല്ല, നിത്യമായി സന്തോഷം നൽകുന്നത് വിശുദ്ധ വേദപുസ്തകമാണ്, ഇതിലെ വചനങ്ങളാണ് എന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇനി രണ്ടാമത് നമ്മൾ വായിച്ച ഭാഗം നമുക്കറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തെപ്പറ്റി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിച്ചത് 1-ാം അധ്യായത്തിൻ്റെ 57 മുതലുള്ള ഭാഗങ്ങൾ നമ്മൾ വായിച്ചപ്പോൾ 58-ാമത്തെ വാക്യത്തിൽ നാം കാണുന്നു, യഹോവ അവളോട് കരുണ കാണിച്ചു. കരുണ കാണിച്ചു. കരുണ കാണിക്കുന്നവനായിട്ടുള്ള ഒരു ദൈവത്തെയാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. യോഹന്നാന്റെ ജനനത്തിന്റെ സന്തോഷമാണ് ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഈ യോഹന്നാന്റെ ജനനത്തെ പറ്റി നമുക്ക് ചിന്തിക്കണം. യോഹന്നാൻ എന്ന പദത്തിന്റെ അർത്ഥം ദൈവം കരുണ കാണിക്കുന്നു. ദൈവം കരുണ കാണിക്കുന്നു. ഇന്നത്തെ ചിന്താവിഷയം എന്ന് പറഞ്ഞാൽ ദൈവവചനമാണ് സമാധാനത്തിന്റെ ഉറവിടം. ദൈവവചനം സമാധാനത്തിന്റെ ഉറവിടമാണ്. അപ്പൊ യോഹന്നാന്റെ ജനനത്തെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും നല്ല ഒരു പാരമ്പര്യത്തിലാണ് യോഹന്നാന്റെ ജനനം നടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മാതാവിനെയും പിതാവിനെയും പറ്റി അവിടെ 1-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സെക്കരിയാവ് ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. അബിയാക്കൂറിലെ ശ്രേഷ്ഠനായിട്ടുള്ള ഒരു പുരോഹിതനാണ് സെക്കരിയാവ്. എലിസബത്തിനെ പറ്റി പഠിക്കുമ്പോൾ ആരായിരുന്നു? അഹരോന്റെ പുത്രിമാരിൽ ഒരാളായിരുന്നു. അഹരോൻ ആരായിരുന്നു? ആദ്യത്തെ മഹാപുരോഹിതൻ. ആദ്യത്തെ മഹാപുരോഹിതന്റെ പുത്രിയായ എലിസബത്തിനും പുരോഹിത ശ്രേഷ്ഠനായിട്ടുള്ള സെക്കരിയാവിനും ജനിച്ച മകനാണ് യോഹന്നാൻ. ഇനി സെക്കരിയാവിനെയും എലിസബത്തിനെ പറ്റി 1-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, ഇരുവരും ദൈവസന്നിധിയിൽ നീതിയുള്ളവരും കർത്താവിൻ്റെ സകല കൽപ്പനകളിലും ന്യായങ്ങളിലും കുറ്റമില്ലാത്തവരുമായിരുന്നു. ദൈവത്തിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിച്ച ഒരു കുടുംബമായിരുന്നു എലിസബത്തിൻ്റെയും സെക്കരിയാവിൻ്റെയും. പുരോഹിത കുടുംബം, ന്യായത്തിനു വേണ്ടി, നീതിക്ക് വേണ്ടി നിലനിന്ന കുടുംബം. പക്ഷേ ആ കുടുംബത്തിൽ വളരെ വലുതായിട്ടുള്ളൊരു പ്രതിസന്ധി ഉണ്ടായി. പ്രിയമുള്ളവരെ, നമ്മൾ വിചാരിക്കും പുരോഹിതരുടെ ജീവിതമൊക്കെ സന്തോഷം നിറഞ്ഞതായിരിക്കും നമ്മൾ വിചാരിക്കും. അവരുടെയും ജീവിതത്തിൽ പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. ദൈവമക്കളായി ഈ ലോകത്തിൽ ജീവിക്കുന്നവരുടെ എല്ലാം ജീവിതത്തിൽ പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമുണ്ട്. ഈ പുരോഹിത ദമ്പതിമാരുടെ ജീവിതത്തിലുള്ള പ്രതിസന്ധി അവരുടെ തലമുറ നിലനിർത്തുവാൻ, പാരമ്പര്യം നിലനിർത്തുവാൻ ഒരു മകനില്ലാതായി തീരുക എന്ന് പറയുന്ന സങ്കടം ഏറ്റവും വലിയ സങ്കടമാണ്. അവരൊരുപാട് കാലഘട്ടം പ്രാർത്ഥിച്ചു. ഒരുപാട് കാലഘട്ടം അവർ ദേവാലയത്തിൽ ആരാധനയ്ക്ക് വരുമ്പോൾ ദേവാലയത്തിൽ ഒരുപാട് പ്രാവശ്യം പ്രാർത്ഥിച്ചു. എന്നാൽ അവസാന സമയമായപ്പോൾ ദൈവം പ്രാർത്ഥന കേൾക്കുന്നു. എപ്പോഴാ കേട്ടതെന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 10-ാം വാക്യം ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. അതെ, ധൂപം കാട്ടുന്ന വേളയിൽ പുരോഹിതൻ മധുബായിക്ക് മുമ്പിൽ നിന്ന് ആരാധന കഴിക്കുന്ന സമയത്ത് ബാക്കി ആരാധനയെ പങ്കെടുത്തവരെല്ലാം എന്ത് ചെയ്തെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്തു ചെയ്തു? പുരോഹിതൻ ആരാധനയ്ക്ക് നേതൃത്വം നൽകിയപ്പോൾ ആരാധനയിൽ പങ്കെടുക്കാൻ വന്നവരെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു മനസ്സോടുകൂടി അവർ ആരാധനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ദൈവത്തിൻ്റെ ദൂതൻ പ്രത്യക്ഷനായി. പ്രിയമുള്ളവരെ, അസാധ്യമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വിചാരിച്ചുകൊണ്ട് ദൈവം എൻ്റെ പ്രാർത്ഥന എന്താ കേൾക്കാത്തതെന്ന് നമ്മൾ പരിതപിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു, ആരാധനയ്ക്ക് വരുമ്പോൾ, ദേവാലയത്തിൽ ആയിരിക്കുമ്പോൾ ഒരു മനസ്സോടുകൂടി നാം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, ആരാധനയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ അസാധ്യമായതിനെ സാധ്യമാക്കി തരുന്ന ഒരു ദൈവമാണ്.
സെക്കരിയ പ്രവാചകൻ ധൂപം കാട്ടുന്ന വേളയിൽ ജനമൊക്കെയും ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ പ്രകൃതി നിയമം ഒരിക്കലും അനുവദിക്കുന്നില്ല ഇനി ഒരു മകനെ ദാനം ചെയ്യുവാൻ. എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കൂടി എലിസബത്ത് ഒരു കുഞ്ഞിന് ജന്മം നൽകുകയാണ്. അതാണ് യോഹന്നാൻ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. യോഹന്നാൻ എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം കരുണ കാണിക്കുന്നു. ഈ ദൈവം കരുണ കാണിക്കുന്നവനാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ ജീവിതത്തെപ്പറ്റി നമ്മൾ പഠിക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്നത്? ഈ ലോകത്തിൽ ദൈവത്തിൻ്റെ രാജ്യം സ്ഥാപിതമാകുന്നതിന് വേണ്ടി, യേശുക്രിസ്തുവിൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി ഈ ലോകത്തെ ഒരുക്കിയെടുക്കുവാനായിട്ടാണ് ഈ യോഹന്നാൻ ഈ ലോകത്തിലേക്ക് വന്ന് നമുക്ക് കാണാൻ സാധിക്കും. യോഹന്നാനെ പറ്റി പറയുമ്പോൾ സ്ത്രീകളിൽ ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ ശ്രേഷ്ഠനായിട്ടുള്ള ആരുമില്ല. അത്രയധികം മഹത്വവാനായിട്ടുള്ള ഒരു പുരുഷനായിട്ട് വളരുവാൻ, ദൈവത്തിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ തൊക്കോണം യോഹന്നാന് സാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇവിടെ ആ വാക്യത്തിൽ പറയുന്നു, ദൈവം അവളോട് കരുണ കാണിച്ചു. ദൈവം അവളോട് കരുണ കാണിച്ചു. എപ്പോഴാ കരുണ കാണിച്ചത്? ഒരുമനപ്പെട്ട് പ്രാർത്ഥിച്ചപ്പോൾ, ഒരുമനപ്പെട്ട് ദൈവത്തെ ആരാധിച്ചപ്പോൾ, ഒരുമനപ്പെട്ട് ഏതെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ഒരു ദൈവമാ. ഈ എളമ്പൽ ജെറുസലേം മാർത്തോമയുടെ ചരിത്രം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, അസാധ്യമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച എത്രയെത്ര കാര്യങ്ങൾ ഒരിക്കലും നടക്കത്തില്ല. എങ്ങനെ നടക്കും, എങ്ങനെ സൗഖ്യം ലഭിക്കും, എങ്ങനെ കാര്യം സാധിക്കുമെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിച്ച് വേവലാതിപ്പെട്ടിരുന്ന കാലഘട്ടത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഈ ദൈവം അതിശയം പ്രവർത്തിച്ചൊരു ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ എളമ്പലിൻ്റെ പ്രദേശത്ത് ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ച് കരുണ കാണിച്ച് ആരോഗ്യവും ബലവും എല്ലാം തന്ന്, സമ്പത്തും സമാധാനവും ഒക്കെയും തന്ന് നമ്മെ നിലനിർത്തിയിരിക്കുന്നുവെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് നാം എല്ലാവരും കനിവുള്ളവരായി തീരണം. എല്ലാവിധ സംവിധാനങ്ങളും തന്ന് നമ്മെ ദൈവം തമ്പുരാൻ ഈ ലോകത്തിലാക്കിയിരിക്കുന്നുവെങ്കിൽ, ആരോഗ്യം തന്നിട്ടുണ്ട്, സമ്പത്ത് തന്നിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ എല്ലാവിധമായ സൗഭാഗ്യങ്ങളും തന്ന് ഈ എളമ്പലിൻ്റെ പ്രദേശത്താക്കിയിരിക്കുന്നുവെങ്കിൽ ദൈവത്തിനൊരാഗ്രഹമുണ്ട്. എന്താകണം? കനിവുള്ളവരായി പ്രവർത്തിക്കണം. നമുക്കറിയാം, ഈ ലോകം നമുക്ക് ശാശ്വതമായിട്ടുള്ള ഒരു ലോകമല്ല. നമ്മളെല്ലാം ബലഹീനരാ. ഈ ഇടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഹൃദയം ഒരു നിമിഷം നിന്നു പോയാൽ തീർന്നു, ഒന്നുമില്ല. നടന്നു പോകുമ്പോൾ നമ്മുടെ സ്റ്റെപ്പ് ഒന്ന് പാളിയാൽ നമ്മുടെ ജീവിതം മൊത്തം താളം മറിയും. ഒരു കൊച്ചു പ്രാണി വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം താളം തെറ്റുന്ന ഒരു ലോകത്തിൽ ജീവിക്കുമ്പോൾ ദൈവം നമ്മോട് കരുണ കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ അനുഗ്രഹം നമുക്ക് മാത്രം അനുഭവിക്കാനായിട്ടുള്ളതല്ല. ആ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാനായിട്ടുള്ളതാണ്, ഒരുമിച്ച് സന്തോഷിക്കുവാനായിട്ടുള്ളതാണ്. പ്രിയമുള്ളവരെ, നമുക്കറിയാം 5 അപ്പവും 2 മീനുമുള്ള ആ ബാലൻ 5 അപ്പവും 2 മീനും സർവശക്തനായിട്ടുള്ള കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുത്തപ്പോഴാണ് അത് അനുഗ്രഹത്തിന് മുഖാന്തരമായി തീർന്നത്. ഒരു ബാലന് വേണ്ടി കഴിക്കാനായിട്ടുള്ള ഭക്ഷണം അത് തമ്പുരാന്റെ കയ്യിൽ കൊടുത്തപ്പോൾ അനേകായിരങ്ങൾക്ക് അത് സന്തോഷത്തിന് മുഖാന്തരമായെങ്കിൽ ദൈവം നമുക്ക് താലന്തുകൾ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് ദാനങ്ങൾ തന്നിട്ടുണ്ട്, ദൈവം നമുക്ക് സമ്പത്ത് തന്നിട്ടുണ്ട്. എന്തിനാ സമ്പത്ത് തന്നിരിക്കുന്നത്? ഈ പ്രദേശത്ത് മറ്റുള്ളവരുമായി ആ സന്തോഷം പങ്കിടുവാൻ. യോഹന്നാന്റെ ജനനത്തിൽ അവരെല്ലാവരും സന്തോഷിക്കുകയാണ്. പ്രിയമുള്ളവരെ, അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ ദൈവം ആഗ്രഹിക്കുന്നത് ഈ പ്രദേശത്ത് സന്തോഷമുള്ളവരായി ജീവിക്കുവാനായിട്ടാണ്. നമ്മൾ വിചാരിക്കും, അധ്വാനിച്ച് കുറേയേറെ സമ്പത്ത് സമ്പാദിച്ചാൽ, ഈ ലോകത്തിലെ സകലവും നേടിയാൽ ഒന്നുമില്ല, ഒരു നിമിഷം നമ്മൾ വിട്ടിട്ട് പോകേണ്ടവരാണ്. ആരാ അനുഭവിക്കുന്നത്? തമ്പുരാന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മെ ഇവിടെ ആക്കിയിരിക്കുന്നത് ഈ പ്രദേശത്ത് സ്വർഗത്തിൻ്റെ ഒരു കൊച്ചു പതിപ്പായി തീരുവാനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ കാലഘട്ടത്തിൽ സന്തോഷം പങ്കിടണം. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ദാനങ്ങൾ കൊച്ചതാണെങ്കിലും വലുതാണെങ്കിലും അതിലെ ഒരംശം വേർതിരിക്കണം. വേർതിരിച്ചിട്ട് കനിവുള്ള മനുഷ്യരായി തീർന്ന് മറ്റുള്ളവരെ സഹായിച്ച് അതിൽ കൂടി സന്തോഷം കണ്ടെത്തുവാൻ നമുക്കിടയായി തീരണം. നമ്മുടെ സഹായങ്ങൾ മറ്റുള്ളവർ സ്വീകരിക്കുമ്പോൾ, അവരുടെ നിറഞ്ഞ മനസ്സ് കാണുമ്പോൾ, അവരുടെ നിറഞ്ഞ മനസ്സോടുള്ള പ്രാർത്ഥനയാണ് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഇവിടെ നിലനിർത്തിയിരിക്കും നമ്മൾ ഓർത്തിരിക്കണം.
അതുകൊണ്ട് പ്രിയമുള്ളവരെ, മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ട് അവസരം ലഭിക്കുമ്പോൾ തീർച്ചയായിട്ടും കൈ തുറന്ന് അവരെ സഹായിക്കുവാൻ, അവരുടെ ആവശ്യങ്ങളെ മാനിച്ചുകൊണ്ട് ഈ ലോകത്തിൽ നല്ല മക്കളായി പരസ്പരം സമാധാനവും സന്തോഷവും അനുഭവിച്ചുകൊണ്ട് ജീവിപ്പാൻ തക്കോണം ദൈവം നമുക്കെല്ലാവർക്കും ഇടയാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ.